Hey guys, welcome back to my channel. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളൊന്ന് പള്ളിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മൈൻഡൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. എൻ്റെ കൂടെ ആദ്യം ചേച്ചിയുണ്ട്. എനിക്കറിയാം, ഞാൻ കുറച്ചായി വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് തീരെ ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ആക്കാഞ്ഞത്. ഇനി ഞാൻ നെക്സ്റ്റ് വീക്ക് ഒന്ന് നാട്ടിൽ പോകുന്നുണ്ട്. സോ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നാട്ടിലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മാർത്തവള്ളി. ഈ പള്ളിയിൽ സത്യം പറഞ്ഞാൽ കുറേ നാളായി നമ്മൾ വന്നിട്ട്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സ്കാർഫൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങള് പള്ളിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടാവും. പിന്നെ വചനപ്പെട്ടി. ഇത് പണ്ട് ഞാനും ആദ്യം ആൻവി ഉള്ള സമയത്ത് ആൻവി എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ നമ്മളെയും കൊണ്ട് എപ്പോഴും ഇത് എടുപ്പിക്കുമായിരുന്നു. അപ്പോൾ കറക്റ്റ് നല്ല വാക്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ അവളെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നത് അല്ലേ അതി? ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളെ ഓർമ്മ വന്നത്. ഇനി ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. ഞങ്ങളിന്ന് പള്ളിയിൽ മെയിനായിട്ട് എപ്പോഴും വരുന്നത് എന്തിനാണെന്നറിയോ? ഇനി ഇപ്പുറത്തെ ഒരു തലശ്ശേരി ഉണ്ട്. അവിടുത്തെ മുട്ട റോസ്റ്റ് അപ്പവും കഴിക്കും. സൂപ്പറാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് മുട്ട റോസ്റ്റും അപ്പം കഴിക്കും. നമ്മളിപ്പോൾ തലശ്ശേരി വന്നിരിക്കുക. എന്തിനാദ്യം വന്നിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് കഴിക്കാൻ. അയ്യോ, ആടൊക്കെ മിസ് ചെയ്യുന്നു ശരിക്കും അല്ലേ? എനിക്ക് അപ്പവും മുട്ട റോസ്റ്റ്. ഈ കട കുറച്ചും കൂടെ ഇപ്പം പുതുക്കിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി വലുത്. നേരത്തെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മളപ്പോൾ ഇവിടുത്തെ അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. ബാംഗ്ലൂരിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടത്. മൊബൈൽ കടയുടെ ഫ്രണ്ടിൽ പശു നിൽക്കുന്നു. എല്ലാ ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ് ഗൈസ് ഇത്. ഒന്നുകൂടെ വെച്ചുകൊടുത്തേ ആദ്യം. അങ്ങനെ ഓ ആ ഷോൾ തിരിഞ്ഞേക്ക്. ഹേ ഗായ്സ്, എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ റൂമിൽ നിന്ന് നല്ലൊരു ചെറിയൊരു ഉറക്കവും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ നന്ദുല്ലേ, നിങ്ങളുടെ ഫേമസ് ബ്ലോഗർ നൻസ് നായരല്ലേ, നൻസ് നായറിൻ്റെ PG-ലോട്ട് ഞാൻ പോകുന്നത്. എനിക്ക് ഓണത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് സാരി ഉടുത്തിട്ട്. അപ്പം അണ്ടർസ്കേർട്ട് അവളുടെ റൂമിൽ. അപ്പോൾ പിന്നെ എനിക്ക് റൂമിൽ നിന്ന് ഉടുത്തിട്ട് പോരാൻ പറ്റത്തില്ല. അവളുടെ അവിടെ പോയി ഉടുക്കാന്ന് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഞാൻ അവളുടെ PG-യിലേക്ക് പോവാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ വീഡിയോസിലൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എൻ്റെ ക്യാമറ പൊട്ടിയിരിക്കുകയാണ്. 8ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ ക്യാമറ മാറ്റണമെങ്കിൽ കുറേ പൈസയാവും. ഞാൻ ചോദിച്ചു ഐഫോൺ സ്റ്റോറിൽ പോയിട്ട് 24,000 രൂപയാവുമെന്ന് പറഞ്ഞു. വ്ളോഗിംഗ് ആണെന്ന്. അതെ, വേറൊരു വ്ളോഗറാണ്. അതാ നൻസ് നായർ പ്ലേറ്റ്സ് എടുക്കുന്നു. ഗൈസ്, വേറെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. എന്റെ വ്ളോഗിൽ എന്നെ കാണാറില്ല. ഗൈസ്, ഇതെന്റെ മൂൺ ഗോഡസിന്റെ ബ്ലൗസാണ്. ഗൈസ്, ഞാൻ സാരിയൊക്കെ കൊടുത്തു. ഓണത്തിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം ഇതാണ്. ഇതെനിക്ക് നന്ദനെ ഉടുപ്പിച്ചു തന്നു. അവളെ സൂപ്പറായിട്ട് ഉടുപ്പിച്ചിട്ടോ. പിന്നെ കമ്മലും ഒക്കെ ഓൾഡേ ആണ്. പിന്നെ വള ഇതൊക്കെ ഓൾഡേ ആണ്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ നോർമലി ഇടാറില്ല. അവൾക്കാണെങ്കിൽ കുറേ കൊളാബ്സ് ഒക്കെ വരുന്നതുകൊണ്ട് അപ്പം ഞാൻ നേരത്തെ അവളുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് തരുമെന്നുള്ളത്. നൻസ്, ഞാനും വരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ നെക്സസിലേക്ക് പോകാൻ പോവാണ്.
ചേച്ചിക്ക് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ എടുക്കണം, എന്തോ സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ ജസ്റ്റ് കൂടെ പോകുന്നേ ഉള്ളൂ. എനിക്കൊന്നും എടുക്കാൻ പ്രത്യേകിച്ചില്ല. KFC കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓണം ആയതുകൊണ്ടായിരിക്കും. അയ്യോ, ഓണത്തിൻ്റെ അല്ല ചേച്ചി. അയ്യേ, സാരല്ല, നമുക്ക് ഈ മൂലയിട്ട് കാണിച്ചിട്ട് പറയാം ഓണം. ഓണത്തിൻ്റെ ആ ടൈമിൽ തന്നെ ആയിരുന്നു കേട്ടോ ഗണേശ ചതുർത്ഥി ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ഒന്ന് തെറ്റിദ്ധരിച്ചു അത് ഓണത്തിൻ്റെ പൂക്കളാണെന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ ആദ്യയുടെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് വാച്ചിൻ്റെ മോഡൽസ് കയ്യിലിട്ട് നോക്കുമായിരുന്നു, പിന്നീട് മേടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ കുറച്ച് പ്രഹസനമൊക്കെ ഉണ്ടാവുമല്ലോ വാഷ്റൂമിൽ പോയാലുള്ള. നമ്മൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓണത്തിൻ്റെ കുർത്താസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് നെക്സസിലേക്ക് വന്നത്. ബട്ട് നല്ലതൊന്നും നമുക്ക് ഇഷ്ടമായില്ല. ഇഷ്ടമായതിനൊക്കെ ഭയങ്കര റേറ്റ്, അപ്പോൾ അത്രയും വർത്തായിട്ട് തോന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ മോഡൽസൊക്കെ നോക്കി ചേച്ചിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമായോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ അധികം അങ്ങോട്ട് ഇഷ്ടമാവാഞ്ഞതുകൊണ്ട് നമ്മൾ ടോപ്പുകളൊന്നും എടുത്തില്ല. പിന്നെ ഇതാണ് ഞാൻ ഒന്ന് നോക്കി വെച്ചത്. കയ്യിൽ കുഞ്ഞ് ഫ്രില്ലൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ബട്ട് എടുത്തില്ല. ഒന്ന് വെക്ക്. നല്ല രസമുണ്ട്. എന്തുവായിരുന്നു ഇതെന്തുണ്ടോ ഫ്രീ ഇട്ട്. ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ കണ്ടത് നോക്ക്, ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ കണ്ടത്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.